പ്രൈസ് ഗാഡ്. ചിതലുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിതൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചിതൽ പുറ്റുകൾ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര വീക്കാണ് ചിതൽ പുറ്റുകൾ. ഒന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന, ഒത്തിരി ശക്തിയായിട്ട് കാറ്റടിച്ചാൽ പോലും ആ കാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അത്രയും ശക്തി പോലും ഇല്ലാത്ത ചിതൽ പുറ്റുകൾ. പക്ഷേ ഈ ചിതൽ പുറ്റുകൾ, ഇത്രയും വീക്കായ ബലമില്ലാത്ത ഈ ചിതൽ പുറ്റുകൾക്ക് എത്ര കാതലുള്ള, എത്ര ശക്തിയുള്ള മരത്തെയും തടിയെയും വിഴുങ്ങാൻ, തിന്നു തീർക്കാൻ ഈ ചിതൽ പുറ്റുകൾക്ക് കഴിയും. ഇതുപോലെ നമ്മളിൽ പലർക്കും ചിന്തയുണ്ട്, എൻ്റെ ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് മിനിറ്റുകൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഞാൻ ഹൃദയത്തിൽ കരയുന്ന ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം എൻ്റെ വലിയ വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പരിഹരിക്കപ്പെടുമോ എന്ന സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. പക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇതുപോലാണ് ചിതൽപ്പുറ്റുകളും. ഒന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകുമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇതുപോലാണ്. ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇതുപോലാകും. ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ, ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ പെട്ടെന്ന് നിർത്തിപ്പോകുന്ന, പെട്ടെന്ന് മടുത്തു പോകുന്ന അത്രയും വീക്കായ ഈ പ്രാർത്ഥനകൾ വലിയ വിഷയങ്ങളെ പരിഹരിക്കാൻ, വലിയ വിഷയങ്ങളെ വിഴുങ്ങി തീർക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കുക. അടുത്ത നീണ്ട മണിക്കൂറുകളിൽ താൻ അനുഭവിക്കാനിരിക്കുന്ന പരസ്യ വിചാരണകളും അപമാനങ്ങളും ശാരീരികവും മാനസികവുമായ വലിയ പീഡനങ്ങളും എല്ലാം കൃത്യമായി അറിയാവുന്ന യേശു കർത്താവ് അതിലാരെയും സ്വാധീനിക്കാനോ ആരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തുനിയാതെ അദ്ദേഹം ഈ മണിക്കൂറുകൾ അനുഭവിക്കാനിരിക്കുന്ന ഈ വേദനയിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം എടുത്ത ഒറ്റ മാധ്യമം അത് പ്രാർത്ഥനയാണ്. നമ്മുടെ യേശു കർത്താവ് രാത്രിയിൽ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശു കർത്താവിനോടൊന്ന് ചോദിച്ച, കർത്താവെ, പ്രാർത്ഥന കൊണ്ട് മാത്രം അടുത്ത മണിക്കൂറുകളിൽ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ഈ പീഡനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വെളിയിൽ വരാൻ കഴിയുമോ, അത് തരണം ചെയ്യാൻ കഴിയുമോ എന്ന് യേശുവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും, കഴിയും. കാരണം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ പ്രാർത്ഥന ഒരു വലിയ കാര്യമായിരിക്കത്തില്ല. പക്ഷെ ആ പ്രാർത്ഥിച്ച യേശുവിനറിയാം ആ പ്രാർത്ഥനയിൽ അദ്ദേഹം റിസീവ് ചെയ്ത പവർ, ആ ശക്തി. യേശു പ്രാർത്ഥിച്ചു. നമുക്കതിനെ ഇങ്ങനെ പറയാം, ദ വേർഡ് പ്രേഡ്, വചനം പ്രാർത്ഥിച്ചു എന്ന് പറയാം. വചനത്തിന് പോലും ഒരു വിഷയത്തെ തരണം ചെയ്യാൻ പ്രാർത്ഥന അനിവാര്യമായിരുന്നെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോടെല്ലാം ഞാൻ പറയട്ടെ, എത്ര വലിയ പ്രതികൂലമാണെങ്കിലും, എത്ര വലിയ വിഷയമാണെങ്കിലും പ്രാർത്ഥന മാത്രം കൊണ്ട് നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു ഓൾ. വീണ്ടും പ്രാർത്ഥിക്കുക. ആമേൻ.